ഹായ് ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ഒമാനിലേക്ക് വിസ ചേഞ്ചിന് വേണ്ടി പോയപ്പോൾ എടുത്ത കാഴ്ചകളും അടുത്ത വിവരങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ബൈ ബസ്സിലാണ് പോയത്. ഇവിടുന്ന് എൻ്റെ വിസ ക്യാൻസൽ ചെയ്തിട്ട് എക്സിറ്റ് അടിക്കാനായിട്ട് പോയതാണ് ഒമാനിലേക്ക്. ഞാൻ ബൈ ബസ്സിലാണ് പോയത്. ഈ കാഴ്ചകൾ വരുന്നത് ദുബായ് ഒമാൻ ഓൺ റോഡാണ്. ഓൺ റോഡിലെ കാഴ്ചകളാണ് ഈ രണ്ട് സൈഡിൽ കാണുന്നത്. ഇവിടുത്തെ വരണ്ട പ്രദേശങ്ങളായ മരുഭൂമിയാണ്. സ്ട്രെയിറ്റ് ഹൈവേ റൂട്ടാണ്. ഞാൻ ഏകദേശം ഒരു 2-3 hours എടുത്തു ഇവിടുന്ന് ട്രാവൽ ചെയ്തിട്ട് ഒമാൻ ബോർഡർ എത്താനായിട്ട്. ഹട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ ബോർഡർ വരുന്നത്. അവിടെ ഇമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു 1 hour 1.5 hour ലേറ്റ് വരുന്നുണ്ട് അവിടുന്ന് ബസ്സിൽ ക്ലിയർ ചെയ്ത് വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് കടന്ന് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ വിസയുടെ പ്രോസസ്സിങ് ഒക്കെ ചെയ്ത് ഷാർജയിലുള്ളൊരു ട്രാവൽ ഏജൻസിയാണ്. അവരാണ് ചെയ്തു തരുന്നത്. എനിക്ക് വേണ്ടി വിസയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ പാസ്പോർട്ടിൽ UAE സൈഡിൽ നിന്നും ഒമാൻ സൈഡിൽ നിന്നും അവിടുത്തെ സീൽ വെക്കും. അത് കഴിയുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവും. എക്സിറ്റ് ആയി കഴിയുമ്പോൾ വിസയുടെ പ്രോസസ്സിങ് ചെയ്യും. എനിക്ക് ഓൾമോസ്റ്റ് ഈ പാക്കേജിൽ എനിക്ക് ഇൻക്ലൂഡിങ് ആയിട്ട് അക്കോമഡേഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഹോട്ടലിലായിരുന്നു സ്റ്റേ ഒക്കെ. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച ഒരു 12 മണിയൊക്കെ ആയപ്പം അവിടെ എത്തി. അപ്പോൾ അവിടുത്തെ ഞങ്ങൾ പോയ വഴിക്കത്തെ കാഴ്ചകളാണിത്. ഇത് ബോർഡർ സൈഡാണ്. ഒമാൻ്റെ ബോർഡറും ദുബായ് UAEയുടെ ബോർഡർ സൈഡും എല്ലാം ഇതുപോലെ വരണ്ട പ്രദേശങ്ങളാണ്. രണ്ട് സൈഡിലും ഇതുപോലെ വരണ്ട മലകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സൈഡാണ്. കുറച്ച് പൊടിപടലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയ സമയത്ത് ചൂടുള്ള സമയമായിരുന്നു. രണ്ട് സൈഡിലും ചൂടും കാര്യങ്ങളൊക്കെ, രണ്ട് സൈഡിലും പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് കണ്ട് ബസ്സിൽ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിൽ കാഴ്ചകൾ, മലനിരകളൊക്കെ കാണാൻ പറ്റും. മലനിരകളോട് മൗണ്ടൻസിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ വിസ ചേഞ്ചിന് UAE ഒമാൻ പോകുന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകുമ്പോൾ കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുപോലെ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. അങ്ങോട്ട് പോകുന്നു ബൈ റോഡിൽ പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്തു. അന്ന് രാത്രിയിൽ ഞങ്ങളൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഓൾമോസ്റ്റ് ഒരു ബസ്സിൽ പോകുമ്പോൾ ഞങ്ങളുടെ ബസ്സിൽ ഓൾമോസ്റ്റ് 50 ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ലേഡീസിൻ്റെ ജെൻസിനൊക്കെ സെപ്പറേറ്റ് ആണ്. അക്കോമഡേഷനൊക്കെ അവർ പ്രിപ്പയർ ചെയ്തിരുന്നു അവരുടെ ട്രാവൽ ഏജൻസി. എനിക്ക് വിസ വന്നത് ഓൾമോസ്റ്റ് 2:30-3 o'clock ഒക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ നമുക്ക് ബസ് തിരിച്ചിങ്ങോട്ട് റിട്ടേൺ വരാനുള്ള ബസ് അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് വരാൻ പറ്റുന്നത്. അതിനനുസരിച്ച് എനിക്ക് അന്ന് ബസ് കിട്ടിയില്ല തിരിച്ചു വരാനുള്ള. പിറ്റേ ദിവസത്തിനാണ് എനിക്ക് ബസ് കിട്ടിയത്. ഞങ്ങൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 12:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് റിട്ടേണിൽ ബസ് കിട്ടിയത്. അപ്പം എനിക്ക് അന്നൊരു ഈവനിങ് 3 o'clock ഒക്കെ ആയപ്പോൾ എനിക്ക് വിസ വന്നു. അതിനുശേഷം രാവിലെ ഞങ്ങൾ അവിടുത്തെ ഏജൻസിയിൽ വിസയൊക്കെ കൊടുത്തു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സും ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഒരു 12:30-1 o'clock ഒക്കെ ആയപ്പം തിരിച്ച് ഹട്ട ബോർഡറിൽ തിരിച്ചെത്തി. അവിടെ ഞങ്ങൾ താമസിച്ചത് സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ വലിയ ബിഗ് സിറ്റീസൊന്നും അല്ല, അത്യാവശ്യം ചെറിയ സിറ്റിയാണ്. UAE കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് എക്സ്പെൻസൊക്കെ ഓൾമോസ്റ്റ് സെയിം ഒക്കെയാണ്. അവിടുത്തെ ഒമാനിയൻ റിയാൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അവിടെ പിന്നെ നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒമാന് പോയിട്ട് വിസിറ്റ് റിന്യൂ ചെയ്ത് വന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.